ഏതു താങ്കൾ പറയൂ, നേരത്തെ വ്യക്തമായില്ലായിരുന്നു. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? എന്താണ്? അതായത് റോഷ്ന എന്ന നടി ഇപ്പോൾ താങ്കൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് താങ്കൾ കേട്ടിരുന്നോ? ഈ പ്രശ്നം അറിഞ്ഞിരുന്നോ? ഇല്ല, അറിഞ്ഞില്ല. അതായത് താങ്കളിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ കുന്നംകുളത്തിനടുത്തെത്തിയപ്പോൾ ഒരു KSRTC ബസ് പിന്നാലെ വന്ന് തുടരെ ഹോൺ അടിച്ചു. ഇവർക്ക് സൈഡ് കൊടുക്കാൻ ആ സമയം സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഓവർടേക്ക് പോയി, വലിയ സ്പീഡിലായിരുന്നു പോയത്. താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത്, കുന്നംകുളം വരെ പോവില്ല തൃശ്ശൂർ വണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ? അത് എനിക്കറിയത്തില്ല. ഇവരായി പോസ്റ്റ് ചെയ്തായി ഇപ്പൊ യൂണിയന്റെ ഇതിലൊക്കെ വന്ന്, നമ്മുടെ യൂണിയന്റെ തൊഴിലാളികളെ ഇതിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെ ഫോട്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അവർ ഇത്രയും ദിവസം എന്താണ് പരാതിയും കൊണ്ടുവരാത്തത്? ഈ സമയത്ത് ഞാൻ ഇന്ന് കേസ് ഫയൽ ചെയ്യാൻ പോണെന്ന് മൊത്തത്തിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് തന്നെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പോ ഈ മെമ്മറി കാർഡ് കാണാതെ പോയില്ലേ പെട്ടെന്ന്, അതേപോലെ പുതിയ എന്തെങ്കിലും ആയിരിക്കും. ഇത് പല ആൾക്കാരും ഇനി വരും, സരിത വരും, ഇനി പല ആൾക്കാരും വരും ഇതേപോലെ. എനിക്ക് പ്രതീക്ഷയുണ്ട് മാഡം. ശരി, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരു ആരോപണം അത് തെറ്റാണെന്നാണോ ഇത് പറയുന്നത്? അല്ല, ഞാൻ പറയുന്ന മാഡം ആദ്യം കേൾക്കണം. ജനങ്ങൾ എന്റെ കൂടെയാണ്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പലതും വരും. എനിക്ക് കൊന്നുകളയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ശരി, എന്തായാലും ഇപ്പോൾ റോഷ്ന കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ കണക്ട് ആണ്. റോഷ്ന, ഈ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കരിവാരി തേക്കാനോ അദ്ദേഹത്തെ മോശമാക്കാനോ ഒന്നുമല്ല. പക്ഷേ ഇദ്ദേഹം പെരുമാറിയ രീതി അങ്ങനെ ആയതുകൊണ്ടും അല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടില്ലെങ്കിൽ ഇയാളെ ഞാൻ മനസ്സിലാക്കാൻ കൂടിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ പറയാൻ വരത്തില്ലായിരുന്നു. ഏത് ചോദ്യം ഇത്രയും നാളും എന്തുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോയില്ല എന്നായിരുന്നു. ഉപയോഗമില്ലാന്ന് നമുക്ക് 100-ൽ 110% അറിയാം മാഡം. കാരണം KSRTC എത്ര പ്രശ്നങ്ങൾ, എത്ര വണ്ടികൾ ഇടിച്ചിരിക്കുന്നു, എത്ര മോശമായ രീതിയിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒരു രീതിയിലും നമുക്ക് ഞങ്ങൾക്കൊരു നീതി കിട്ടിയിട്ടില്ല. അല്ല, എല്ലാ നമ്മളിപ്പോ സംസാരിക്കുന്നത് താങ്കളുടെ ഒരു വിഷയമാണല്ലോ, അല്ലേ? എനിക്കുണ്ടായ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഞാൻ മറ്റു വണ്ടികൾ ഇടിക്കുന്നുണ്ടോ ഇടിക്കുന്നില്ല എന്നുള്ളത് എന്റെ വിഷയമല്ല. എനിക്ക് തർക്കിക്കാൻ സമയമില്ല. ഞാൻ ഇവിടെ കേസ് ഫയൽ ചെയ്യണതിന്റെ തിരക്കിലാണ്. ഞാൻ പറഞ്ഞു രണ്ട് സംസാരിക്കാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതിനൊരു ന്യായമില്ലേ? താങ്കൾ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് താങ്കൾക്ക് ഇതിൽ സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലെന്താണ് പൊതുവായിട്ടുള്ള ആൾക്കാർ എന്താണ് മനസ്സിലാക്കേണ്ടത് അതിനകത്ത്? മാഡം വിളിച്ചപ്പോ ഞാൻ എന്റെ ഭാഗത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു, അതിന് ക്ലിയർ ആയി. എന്തായാലും എനിക്ക് അല്ല, ഞാൻ അവിടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് താങ്കളുടെ വണ്ടിയാണോ? എന്റെ വണ്ടി എന്ന് പറയുന്നത് KSRTC താങ്കളുടെ വണ്ടിയാണോ? എനിക്ക് അതാണ് അറിയേണ്ടത്. താങ്കളുടെ വണ്ടിയാണോ അല്ലയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടോ, എന്റെ ഞാനിപ്പോ ആണോ അല്ലേ, എനിക്ക് അത് മാത്രം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് താങ്കൾ സംസാരിച്ചോളൂ. എനിക്കൊരു പ്രശ്നമില്ല. ആണോ അല്ലേന്ന് വെച്ചാൽ അല്ല, എന്താണ് അല്ലേ? അത് താങ്കളുടെ വണ്ടിയല്ലേ? നിങ്ങൾ ഓടിച്ചിരുന്ന വണ്ടിയല്ല അത്. ഈ മറ്റേ മേയർ ചോദിച്ചോല്ല നിന്റെ അച്ഛന്റെ വണ്ടിയെന്ന് ചോദിക്കും പോലെ ആയിപ്പോയല്ലോ എന്റെ വണ്ടി. നിങ്ങൾ സംസാരിക്കുമ്പോൾ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ അതിന് താങ്കൾ വ്യക്തമാക്കും. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയില്ലേ പറഞ്ഞേ? ഞാൻ വ്യക്തമായിട്ട് അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്റെ പോസ്റ്റും എന്റെ വീഡിയോ കണ്ടന്റും വളരെ ക്ലിയർ ആണ്. മിസ്റ്റർ യദുവിന് അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനുണ്ടെങ്കിൽ തരാം. നിങ്ങൾക്ക് എത്ര രൂപ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വയ്യാത്തോണ്ട് ആരെങ്കിലും പൈസ സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ സംസാരിക്കും. നിങ്ങൾ സിനിമ നിങ്ങൾക്ക് അന്ന് കൊണ്ടുവന്ന് പരാതി കൊടുത്തുകൂടെയായിരുന്നോ? അന്ന് നിങ്ങൾ എന്താണ് എം ഡിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് സംസാരിച്ചത്? എന്താണ് അതിന് പറഞ്ഞത് മറുപടി? എന്റെ വായിൽ തിരികെ കയറ്റാനാണോ നോക്കുന്നത്? ഞാൻ ചെയ്തു നിങ്ങൾ ഇപ്പോഴും മാഡം ഞാൻ പറയുന്നത് ഒന്നും ഇയാൾ ഒരു നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ മറുപടി ആയിരുന്നു. എനിക്കൊരു ക്ലിയർ വേർഷൻ ഉണ്ട്, ഇയാൾക്കൊരു ക്ലിയർ വേർഷൻ ഉണ്ട്. പിന്നെ ഞാനിതിൽ എന്ത് സംസാരിക്കാനാണ്? ശരി, ഏത് ഒരു കാര്യം അവർ ചോദിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏതു വ്യക്തമാക്കുന്നത്.